ഡൽഹി എയർപോർട്ടിൽ നിന്നും ചൈനയിലെ ഗോഞ്ചോ എന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലാണ് ഞാൻ. കംബോഡിയ എയർലൈൻസിൻ്റെ കംബോഡിയ ആങ്കോർ എയർ എന്നൊരു ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. എയർബസിൻ്റെ A320 എന്നുള്ള മോഡൽ ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ എയർ ഇന്ത്യയിലൊക്കെ ഒരുപാട് ഉള്ളൊരു മോഡലാണ് A320. പക്ഷേ എയർ ഇന്ത്യയെക്കാളിലും കുറച്ചുകൂടി ക്വാളിറ്റി കുറവെന്നേ നമുക്ക് പറയാൻ പറ്റും. കാരണം എയർ ഇന്ത്യയിൽ ഇവിടെ ഒരു പൗച്ചൊക്കെ ഉണ്ടായിരുന്നു അടിയിൽ. ഇപ്പോൾ നമുക്കൊരു ബോട്ടിൽ വെക്കാൻ തന്നെ ഇവിടെ ഒരു പൗച്ചും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതൊരു എന്നെ നിരാശപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരു മൊബൈൽ പോലും എവിടെ വെക്കും? ഞാനിപ്പോൾ ആ ഒരു പവർ ബാങ്ക് തന്നെ അതിനുള്ളിലേക്ക് കുത്തിക്കയറ്റി, ആ പേപ്പർ വെക്കുന്നിടത്ത് കുത്തിക്കയറ്റിയൊക്കെ വെച്ചിരിക്കുകയാണ്. അത് വളരെ നിരാശപ്പെടുത്തി. അതേപോലെ കാലിന് വെക്കാനുള്ള സ്ഥലം വളരെ കുറവാണ്. ഈ പഞ്ചാബിയുടെ കാല് വെക്കാൻ ഒട്ടും സ്ഥലമില്ല. പുള്ളി ആകെ ഇടങ്ങേറായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ ഇങ്ങനെ പൊങ്ങി തുടങ്ങി. ഡൽഹിയിൽ കുറച്ച് കാലാവസ്ഥയൊക്കെ ഇച്ചിരി മൂടലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ പൊല്യൂഷൻ്റെയൊക്കെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് മൊത്തത്തിൽ കാണുന്നതിൽ. രാത്രിയിൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പൊങ്ങുമ്പോൾ കാണാൻ അത്യാവശ്യം ഒരു രസമൊക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ സിറ്റിയൊക്കെ നന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനിങ്ങനെ കാലൊന്നും നൂത്ത് വെക്കാൻ വേറെ വഴുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ നൂത്തി വെച്ചു. രാത്രി ഏകദേശം 12 മണി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഉറക്കമൊക്കെ വരുന്നുണ്ട്, ഫുഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ന്യൂഡിൽസാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. വെജിറ്റേറിയനാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ന്യൂഡിൽസ്, പിന്നെ ഒരു സ്വീറ്റ്, ഒരു കേക്ക് ടൈപ്പ് ഒരു സാധനമാണ്. പിന്നെ അമുലിൻ്റെ ഒരു ബട്ടർ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു ബന്നും കൂടെ കിട്ടിയിട്ടുണ്ട്, പിന്നെ വെള്ളം. ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കിട്ടിയത്. ഇത് ഫുള്ള് ഇന്ത്യയിൽ, കംബോഡിയ എയർ ആണെങ്കിലും ഇവർ ഈ ഫുഡ് സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റാണ്. അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യക്കാരുടെ അതേ ടേസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ്. ഫുഡ് ഏകദേശം കഴിയാറായി. അപ്പോഴത്തേക്ക് ജ്യൂസ് വന്നിട്ടുണ്ട്. ജ്യൂസ് സ്പ്രൈറ്റ് ഉണ്ട്, കോള ഉണ്ട്, വെള്ളം, ലസ്സി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കട്ട് ഫ്രൂട്ട്സ് ഒരുവിധം സെറ്റാക്കി. ആ കേക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കേക്കും ബന്നും ഒഴിവാക്കി. കേക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ അത്ര ഒരു കേക്ക് ലവർ അല്ലാത്തതുകൊണ്ട് എനിക്കതങ്ങോട്ട് അത്ര ദഹിച്ചില്ല. അത്യാവശ്യം ഫുഡ് ഞാൻ വൈകിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളത് എനിക്കത്ര പറ്റിയില്ല. അപ്പോൾ ഞാൻ അത്രയും അതിൽ ഒഴിവാക്കി. വേറെ വഴിയില്ല, നമുക്കൊന്ന് വേറെ ഫുഡ് കൊണ്ടുപോയാലും നമുക്ക് അടുത്ത എയർപോർട്ടിൽ ഇത് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിത് കയ്യിലെടുത്ത് വെക്കാനും നിർവാഹമില്ല. പിന്നെ നമ്മൾ ലസ്സി മേടിച്ചു. ലസ്സി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമുലിൻ്റെ ലസ്സിയാണ് അത്. ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ സൈഡിലുള്ള ഹിന്ദിക്കാരൊക്കെ നൈസായിട്ട് ചരിഞ്ഞു ഒരു ഫുൾ സീറ്റ് എടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ സൈഡിലുള്ള പഞ്ചാബി എഴുന്നേറ്റ് പോയി, എവിടെയോ സീറ്റുള്ളിടത്ത് പോയിരുന്നു. പിന്നെ ആളുകളൊക്കെ കാലിയാണ്. കുറച്ച് ഒരു സീറ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ കിടന്നൊക്കെയാണ് പോകുന്നത്. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ച് വരികയാണ്. വേറെ വഴിയില്ല, കാരണം അത്യാവശ്യം നല്ല മുഷിപ്പാണ്. ഒരു 5-6 മണിക്കൂറുണ്ട് ഈ സീറ്റിൽ കാല് വെക്കാൻ തന്നെ കറക്റ്റ് സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൊച്ച് ദൂരത്തേക്കൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം ഉള്ള ട്രാവലിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലൈറ്റ് ചൂസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ പോലെ ദൂര യാത്ര 6-7 മണിക്കൂറൊക്കെയുള്ള ട്രാവലിന് നമുക്ക് ഈ ഫ്ലൈറ്റൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു കംബോഡിയയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയോളം ആയിട്ടുണ്ട്. കംബോഡിയ ഇറങ്ങാറായിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി കംബോഡിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 2.5 മണിക്കൂർ 3 മണിക്കൂർ അടുപ്പിച്ചാണ് ട്രാൻസിറ്റ് ഉള്ളത്. അപ്പോൾ ഈ കംബോഡിയയുടെ എയർപോർട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോം പെൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. വേറൊരു പേരുള്ളതെന്ന് വെച്ചാൽ പൂച്ചൻടോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ജാപ്പനീസുകാരാണ് ഈ കംബോഡിയ ഒക്കുപ്പൈ ചെയ്തിരുന്നത്, അറിയാമല്ലോ.
അപ്പോൾ ആ സമയത്ത് ജാപ്പനീസുകാർ 15 എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടാക്കിയ ഒരു എയർപോർട്ടാണ് ഈ എയർപോർട്ടും കൂടി. അപ്പോൾ 1953 ഇതിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് ഫ്രാൻസിൽ നിന്നും. ഇവർ ജാപ്പനീസുകാർ മാത്രമല്ല, പല ആളുകളും ഇവരെ കൈയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രാൻസാണ് ലാസ്റ്റ് ചെയ്തിരുന്നത്. അവരിൽ നിന്നാണ് 1953 ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഈ എയർപോർട്ടിൻ്റെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തന്നെ, ഒരു വ്യത്യാസമില്ല. ഇവരെല്ലാം ഒരേ കണക്കുള്ള പ്രോഡക്റ്റ്സാണ്. പിന്നെ ഇതിൽ ഇവരുടെ കുറച്ച് എന്താ പറയുക സ്പൈസസ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കംബോഡിയയുടെ സുവനീർസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഞാനത് മേടിച്ചില്ല, കാരണം നമ്മൾ കംബോഡിയക്കകത്ത് ഇറങ്ങുന്നില്ല. ആകെ എയർപോർട്ടിൽ മാത്രം ഇറങ്ങിയിട്ട് സുവനീർ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സുവനീർ നമ്മൾ മേടിച്ചിട്ടില്ല. ഇതിന് ഏകദേശം $5 തോന്നുന്നു. അതെ, $5 ഇതിന് വില വരുന്നത്. വലിയ റേറ്റ് അല്ല, ഇതൊരു 400-450 രൂപ റേഞ്ചിലല്ലേ വരുന്നുള്ളൂ. സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതിലും വില കൂടുതലാണ് ഓരോ സാധനങ്ങൾക്കും. പിന്നെ കുറേ എല്ലാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ കാണുന്ന പോലെ കുറേ മദ്യം, കുറേ മിഠായികൾ, പിന്നെന്താ കോസ്മെറ്റിക്സ്, പിന്നെ വാച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത്. ഇതല്ലാതെ വേറൊന്നും പുതിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കറക്കം മതിയാക്കി തിരിച്ച് പിന്നെ പെട്ടെന്ന് അടുത്തടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ നടക്കുകയാണ്. ഒരുപാട് വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു 10 ഗേറ്റ് 15 ഗേറ്റിൻ്റെ ഉള്ളിലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിങ്ങനെ കാലിൻ്റെ മേളിൽ കാലൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളുടെ ചൈനക്കാരെല്ലാം ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണെന്ന് അറിയത്തില്ല, കാരണം അവിടെ ഇതുവരെ ഒന്നും റിപ്പോർട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ അരമണിക്കൂറോളം ഇവർ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ കാലിൻ്റെ മേളിൽ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഏറ്റവും അവസാനം പോകുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരിങ്ങനെ ഒന്ന് കറങ്ങി എല്ലാവരും ചമ്മിപ്പോയി. ഞാൻ മാത്രം പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴും ഞാൻ ഇതേപോലെ നമ്മുടെ കാലിൻ്റെ മേളിൽ കാലൊക്കെ കയറ്റി വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്താണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഡിലേ ആണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ക്യൂ ആയിട്ടുണ്ട്. എല്ലാവരും വന്ന് വീണ്ടും ക്യൂവിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ ആ ഇരിപ്പ് മാറിയിട്ടില്ല, നമ്മളവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞു. അവസാനം നമ്മൾ കാലൊക്കെ എടുത്ത് താഴെ വെച്ചു. പയ്യെ നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ്. അവസാനത്തെ പാസഞ്ചറായിട്ട് നമ്മൾ കയറുകയാണ്. ഞാനിപ്പോൾ ഈ കിടന്ന് ഈ ബഹളം കാണിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ നമ്മളിവിടെ അടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളെ കയറ്റാൻ എന്തായാലും ഫ്ലൈറ്റ് പോവില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കിടന്ന് ബഹളം കാണിക്കുന്നത് അല്ലേ? നോം പെൻത് കേട്ടോ, നോം പെൻത് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. വായിക്കാൻ ഇച്ചിരി പാടാണ്, പ്രൊണൗൺസിയേഷൻ നോം പെൻത് ആണെന്നെങ്കിൽ എഴുതുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളെ കയറ്റാതെ എന്തായാലും ഇവർ പോകില്ല, നമ്മുടെ സീറ്റിൽ ആരും കയറി ഇരിക്കത്തുമില്ല. പിന്നെ എന്തിനാണ് ഈ കിടന്ന് ആളുകളെല്ലാം കൂടെ ഇടി വിടുന്നതെന്ന് വെച്ചാൽ ഒരു പിടിയില്ല എനിക്ക്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കംബോഡിയനെക്കുറിച്ച് ചരിത്രം പറയാനൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. ചരിത്രം അല്ല എങ്കിലും ഈ കംബോഡിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയത്തൊക്കെ തന്നെയാണ്. 1953 ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുവരെ അവസാനമായിട്ട് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഈ കംബോഡിയയുടെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോർഡർ തായ്ലൻഡാണ്, പിന്നെ ഒരു ലാവോസിൻ്റെ ബോർഡറുണ്ട്, പിന്നെ വിയറ്റ്നാമിൻ്റെ ഒരു ബോർഡറുണ്ട്,
അങ്ങനെ ഇവർ 3 രാജ്യം ആണ് ഇവർക്ക് ബോർഡർ പങ്കിടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ 1,80,00,000 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈലറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചരിച്ച് വെക്കുന്നത് പോലെ നന്നായിട്ട് ഫ്ലൈറ്റ് ചരിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ബ്ലോക്സ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ കുറേ ബിൽഡിങ്സ് ഇങ്ങനെ കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ട് കുറേ ദൂരം നമുക്ക് ഒരു റിവർ ഇങ്ങനെ കാണാം. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു റിവർ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഈ റിവറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ പേരാണ് മേക്കോങ് റിവർ. മേക്കോങ് റിവർ എന്ന് പറയുമ്പോൾ അത് ഈ ഏഷ്യയിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ റിവറാണ് ഈ മേക്കോങ് റിവർ. അതായത് ലോകത്തിലെ 12ാം സ്ഥാനമുള്ള ഒരു വലിയ റിവറാണിത്. ഏകദേശം 4,900 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരു വലിയ റിവറാണിത്. ഇതിപ്പം ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ടച്ച് ചെയ്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡ്, ലാവോസ്, മ്യാൻമാർ, കംബോഡിയ, വിയറ്റ്നാം ഒക്കെ ടച്ച് ചെയ്ത് വരുന്നൊരു വലിയ റിവറാണിത്. അപ്പോൾ ഈ 2 സൈഡിലുമായിട്ട് ഇതിങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഏത് സൈഡിൽ നോക്കിയാലും ഈ റിവർ കാണും. ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഒഴുകുന്നത് നമ്മളിങ്ങനെ കാണും. കുറേ ദൂരം നമുക്ക് ഈ റിവറാണ് നമ്മുടെ മെയിൻ കാഴ്ച. ഈ റിവറും അതിൻ്റെ സൈഡിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നതും വളരെ പോപ്പുലേഷൻ കുറഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ഏകദേശം കംബോഡിയയുടെ ബോർഡർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ലാവോസിൻ്റെ ബോർഡറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാവോസിനുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ലാവോസിൽ നിന്ന് അതായത് വിയറ്റ്നാമിൻ്റെ ഒരു സ്ഥലം. വിയറ്റ്നാം ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണല്ലോ. കംബോഡിയയുടെ ഒരു സൈഡ് മുതൽ ലാവോസിൻ്റെ ഒരു സൈഡ് വരെയും ഇങ്ങനെ സൈഡിൽ കൂടെ, അതായത് നമ്മൾ മാപ്പ് നോക്കി അറിയാൻ പറ്റും, സൈഡിൽ കൂടെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ വിയറ്റ്നാം. അപ്പോൾ ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ചൈനയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതിലും നല്ല ഫുഡ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ എക്സൈറ്റ് ആയിട്ടിരിക്കുകയാണ് എന്താണ് നമുക്ക് ഫുഡ് കിട്ടാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ഒരു കൈ കൊണ്ടൊക്കെ ഒരു കയ്യിൽ വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ടൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ ഞെട്ടി. എന്താണെന്ന് വെച്ചാൽ കഞ്ഞി, നമ്മുടെ നാടൻ കഞ്ഞിയാണ് സാധനം. കഞ്ഞിക്കകത്ത് ഒരു കൊഞ്ചിൻ്റെ കഷ്ണവും കൂടി ഇട്ടിട്ടുണ്ട്. അതാണ്, വേറൊന്നുമില്ല. വളരെ കഷ്ടമാണ്. ഈ കഞ്ഞി കുടിക്കാൻ എന്തിനാണ് ടൂത്ത് പിക്ക് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനത് പൊട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ചെവിത്തോണ്ടി പോലൊരു സാധനമാണ് പിന്നെ കിട്ടിയത്. എന്തിനാണെന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് കോഫി പൗഡർ കിട്ടുവാണെങ്കിൽ കോഫി ഉണ്ടാക്കാനായിട്ടായിരിക്കും ഈ കിറ്റിനകത്ത് അത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയത് കട്ടൻ ചായയാണ്. അപ്പോൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. രാവിലെ അത്രയെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ചൈനയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വിയറ്റ്നാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചൈനയുടെ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചൈനയുടെ ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമുക്ക് പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കാവോ ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതിനകത്ത്. പിന്നെ ഹോങ്കോങ്ങിൻ്റെ മക്കാവും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഹോങ്കോങ്ങും മക്കാവുവിൻ്റെ ഇടയിലൂടെ ഷെൻജനിലേക്കാണ് നമ്മൾ
ചൈനയിൽ കയറാൻ പോകുന്നത്. ഷെൻജൻ ഭാഗത്തോട്ട് കയറിയിട്ട് അവിടുന്ന് ഗോഞ്ചോ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്കിതൊക്കെ അത്യാവശ്യം നല്ല താഴ്ന്നാണ് ആ ഫ്ലൈറ്റ് പോകുന്നത്. നമുക്ക് കാണാം ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഫ്ലൈറ്റ് താഴ്ന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ഇപ്പം വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മളവിടെ ഗോഞ്ചോ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.